നമസ്കാരം. കാണാം പ്രവാസ ലോകത്തെ ഏറ്റവും പുതിയ 50 വാർത്തകൾ. പ്രവാസി സർവ്വവാർത്ത ആരംഭിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി പുതിയ ഷെഡ്യൂൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചു. അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും നിരവധി വിമാനങ്ങൾ പ്രഖ്യാപിച്ചതിന് പുറമെ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് ഗൾഫിലേക്കും വിമാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവധിക്ക് പോയി ലോക്ക്ഡൌൺ മൂലം നാട്ടിൽ കുടുങ്ങിയ നിരവധി പേർക്ക് തിരിച്ചെത്താൻ ഈ സംവിധാനം സൗകര്യമാകും. ഈ മാസം 26 മുതൽ ജൂൺ 4 വരെയുള്ള സർവീസുകളാണ് പ്രഖ്യാപിച്ചത്. യുഎയിൽ നിന്ന് പ്രവാസി മലയാളികളെ നാട്ടിലെത്തിക്കാൻ ആർക്കും ചാർട്ടേഡ് വിമാനങ്ങൾക്കുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ലെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. ചാർട്ടേഡ് വിമാനങ്ങൾക്കുള്ള അനുമതി ലഭിച്ചുവെന്ന് ചിലർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കരുതിയിരിക്കണമെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് മുന്നറിയിപ്പ് നൽകി. കോവിഡ് പ്രതിസന്ധിയിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലേക്ക് എത്തിക്കാൻ മുസ്ലിം ലീഗിന്റെ പ്രവാസി സംഘടനയായ KMCCക്ക് 10 ചാർട്ടേഡ് വിമാനങ്ങൾ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് എന്ന തരത്തിൽ KMCC വ്യാപക കള്ളപ്രചരണം നടത്തിയിരുന്നു. കേന്ദ്രം അനുവദിച്ചിട്ടും കേരള സർക്കാർ അനുമതി നൽകിയില്ലെന്നായിരുന്നു KMCCയുടെ പ്രചരണം. ഇതിനിടയിലാണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. കൊറോണ ബാധിച്ച പത്തനംതിട്ട സ്വദേശിനിയായ നഴ്സ് കുവൈറ്റിൽ മരിച്ചു. മലയാലപ്പുഴ ഏറം പുതുക്കുളത്ത് അന്നമ്മ ചാക്കോയാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. അൽഷഫ് മെഡിക്കൽ സെന്ററിൽ നഴ്സായിരുന്നു. ഒമാനിൽ നിന്നുള്ള പ്രവാസികളെ നാട്ടിലേക്ക് മടക്കിയെത്തിക്കുന്നതിനായുള്ള 3ാം ഘട്ട വിമാന സർവീസുകൾക്ക് മെയ് 26-ന് തുടക്കമാകും. ഒമാനിൽ നിന്ന് കേരളത്തിലേക്ക് 10 സർവീസുകളാണ് 3ാം ഘട്ടത്തിൽ ഉണ്ടാവുക. ഇതിൽ 3 എണ്ണം സലാലയിൽ നിന്നാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കായി ഒമാനിൽ നിന്ന് 5 സർവീസുകളുമുണ്ട്. ഖത്തറിൽ ഈദ് അവധി ദിനങ്ങളിൽ പരിശോധനകൾ കർശനമാക്കിയ ആഭ്യന്തര മന്ത്രാലയം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നടപടി. അൽഫസ പോലീസിന്റെ നേതൃത്വത്തിൽ രാജ്യമൊട്ടുക്കും പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ അബ്ദുള്ള ഖലീഫ അൽ മുഖ്താഫ് വ്യക്തമാക്കി. വന്ദേ ഭാരത് മിഷൻ 3ാം ഘട്ടത്തിൽ മെയ് 29-ന് ദോഹയിൽ നിന്നും ആദ്യ വിമാനം കണ്ണൂരിലേക്ക് വരുന്ന ആഴ്ചകളിൽ ദോഹയിൽ നിന്നും കൊച്ചി, കണ്ണൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് 5ഓളം വിമാന സർവീസുകൾ നടത്തുമെന്നും ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ഈദ് ദിനത്തിൽ കോവിഡ് രോഗബാധ മൂലം മരണപ്പെട്ടത് 4 മലയാളികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്വദേശി സാദിഖ് ചെറിയതോപ്പിൽ, തൃശൂർ വാടാനപ്പള്ളി കൊരട്ടിപ്പറമ്പിൽ അബ്ദുള്ള ഇസ്മായിൽ, മലയാളി നേഴ്സ് പത്തനംതിട്ട മലയാലപ്പുഴ സ്വദേശിനി അന്നമ്മ ചാക്കോ, മലപ്പുറം കൊണ്ടോട്ടി ഐക്കരപ്പടി സ്വദേശിനി ബദറുൽ മുനീർ എന്നിവരാണ് മരിച്ചത്. രോഗികളുടെ എണ്ണം ഓരോ ദിവസവും ഉയരുന്നതിനാൽ അതീവ ജാഗ്രതയിൽ ഒമാനിലെ ബുവേറി പ്രദേശം. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ബുറൈമി പഴം പച്ചക്കറി മാർക്കറ്റ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിലെ മലയാളി ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കോവിഡ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ തിരിച്ചുപോകുന്നവർക്കായി കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്ക് ഈ മാസം 28 മുതൽ ജൂൺ 4 വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് 6 വിമാന സർവീസുകൾ നടത്തും. തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് 2 സർവീസുകൾ വീതമുണ്ട്. കൊച്ചി, കണ്ണൂർ സെക്ടറിലേക്ക് ഓരോ സർവീസുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചെത്തുന്ന സൗദി പൗരന്മാർക്ക് പ്രത്യേക ഇലക്ട്രോണിക് വള നൽകുന്നുണ്ടെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം. പുറമേ നിന്നും വരുന്ന സ്വദേശികൾ നിശ്ചിത ദിവസം ക്വാറന്റൈനിൽ കഴിയണം. ഈ ദിവസങ്ങളിൽ പുറത്തു പോകുന്നുണ്ടോ എന്നും മറ്റും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേക ചിപ്പുകൾ ഘടിപ്പിച്ച വള നൽകുന്നത്. പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിന്റെ 3ാം ഘട്ടത്തിൽ ബഹ്റൈനിൽ നിന്ന് കേരളത്തിലേക്ക് 5 വിമാനങ്ങൾ. മെയ് 26, 30, ജൂൺ 2 തീയതികളിൽ കോഴിക്കോട്ടേക്കും മെയ് 28, ജൂൺ 1 തീയതികളിൽ കൊച്ചിയിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സർവീസ് നടത്തുന്നത്. സൗദി സമ്പദ് വ്യവസ്ഥ സുശക്തമാണെന്നും വരുമാനത്തിലെ ഇടിവും ബജറ്റ് കമ്മിയും സ്വാംശീകരിക്കാൻ സൗദി സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധിക്കുമെന്നും സൗദി ധനമന്ത്രി. പൊതുചെലവുകൾ കുറയ്ക്കേണ്ട ശക്തമായ ആവശ്യം നിലനിൽക്കുന്നതിനിടയിലും കൊറോണ പ്രതിസന്ധിയുടെ പ്രത്യാഘാതം വഴക്കത്തോടെ കൈകാര്യം ചെയ്യാൻ സൗദി സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിയുമെന്നും സൗദി ധനമന്ത്രി പ്രതികരിച്ചു. ഒമാനിലെ കോവിഡ് രോഗബാധിതരുടെ എണ്ണം 7770 അസുഖം ഭേദമായവരുടെ എണ്ണം 1933 ഉയർന്നു. ചികിത്സയിലായിരുന്ന 2 മലയാളികളടക്കം 36 പേർ ഇതുവരെ മരിച്ചു. 5801 പേരാണ് നിലവിൽ അസുഖബാധിതരായി ചികിത്സയിലുള്ളത്.
പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഈ ആഴ്ച 2 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. ഈ മാസം 29-നും 30-നുമാണ് വിമാന സർവീസുകൾ. ഇന്ത്യൻ എംബസിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മുൻഗണന അനുസരിച്ചായിരിക്കും ഇതിലേക്കുള്ള യാത്രക്കാരെ തിരഞ്ഞെടുക്കുക. സൗദിയിൽ ബുധനാഴ്ച വരെ 5 ദിവസത്തേക്ക് പ്രഖ്യാപിച്ച സമ്പൂർണ്ണ കർഫ്യൂ തുടരുന്നതിനാൽ വിവിധ മേഖലകളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ആരോഗ്യ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള സംഗമങ്ങൾ ഒഴിവാക്കാൻ വെള്ളിയാഴ്ച വൈകിട്ട് 5 മുതലാണ് രാജ്യത്തുടനീളം സമ്പൂർണ്ണ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയത്. നിയമലംഘകരെ പിടികൂടാൻ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമടക്കം നിരീക്ഷണം ശക്തമാക്കി. വന്ദേ ഭാരത് ദൗത്യത്തിന്റെ 3ാം ഘട്ടം ആരംഭിക്കാനിരിക്കെ രാജ്യത്തേക്ക് മടങ്ങാനായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് യുഎയിലെ 10%-ലേറെ ഇന്ത്യക്കാർ. നാട്ടിലേക്ക് മടങ്ങാനായി രജിസ്റ്റർ ചെയ്ത ഇന്ത്യക്കാരുടെ എണ്ണം 3.5 ലക്ഷം കവിഞ്ഞു. ആദ്യ 2 ഘട്ടങ്ങളിൽ 6600ഓളം പേരെയാണ് യുഎയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. മൊത്തം 34 ലക്ഷം ഇന്ത്യക്കാരാണ് യുഎയിലുള്ളത്. റിയാദിൽ കറുത്ത ഒരു തരം ഉറുമ്പുകളെ സൂക്ഷിക്കണമെന്ന് വിദഗ്ധർ. കഴിഞ്ഞയാഴ്ച കറുത്ത ഉറുമ്പിന്റെ കടിയേറ്റു മലയാളി മരിച്ചിരുന്നു. കോവിഡിനോടൊപ്പം കറുത്ത ഉറുമ്പിന്റെ ആക്രമണത്തെയും ജനങ്ങൾ കരുതിയിരിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കറുത്ത ഉറുമ്പിന്റെ കടിയേറ്റാൽ ചിലരിൽ അലർജി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ ആവശ്യമായ ചികിത്സ കൃത്യസമയത്ത് ലഭിക്കാതിരുന്നാൽ ജീവൻ വരെ അപകടത്തിലാകാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. യുഎയിലെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷ നാളെ മുതൽ ആരംഭിക്കും. മെയ് 26 മുതൽ 30 വരെയാണ് പരീക്ഷ. ഗൾഫ് നാടുകളിൽ യുഎയിൽ മാത്രമാണ് കേരള സിലബസിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുന്നത്. ഇരു വിഭാഗങ്ങളിലുമായി 1584 പേർ പരീക്ഷ എഴുതും. സൗദിയിലെ തായിഫിൽ മലയാളി മരിച്ചു. കോഴിക്കോട് മുക്കം കാരശ്ശേരി സ്വദേശി മുഹമ്മദാണ് മരിച്ചത്. 24 വർഷമായി തായിഫിൽ കഫ്തീരിയയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. സൗദി അറേബ്യയിൽ രക്തദാനം നടത്തുന്നവർക്ക് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവ് അവാർഡ് പ്രഖ്യാപിച്ചു. സ്വദേശികളും വിദേശികളുമായ രക്തദാതാക്കൾക്കാണ് അവാർഡ്. 50 തവണയോ അതിൽ കൂടുതലോ തവണ രക്തദാനം ചെയ്ത സ്വദേശികളും വിദേശികളും അടങ്ങുന്ന 29 പേരെയാണ് അവാർഡിനായി തിരഞ്ഞെടുത്തത്. യുഎയിൽ കോവിഡ് ടെസ്റ്റുകൾ വർദ്ധിപ്പിച്ച അധികൃതർ. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ലക്ഷത്തിലേറെ കോവിഡ് പരിശോധനകളാണ് നടത്തിയത്. രാജ്യത്ത് ഇതുവരെ 16 ലക്ഷത്തിലേറെ കോവിഡ് പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ജനസംഖ്യാ അനുപാതത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ടെസ്റ്റുകൾ നടത്തുന്നതിൽ യുഎഇ ഏറെ മുന്നിലാണ്. സൗദിയിലെ 7 പ്രവിശ്യകളിൽ റംസാൻ നാളുകളിൽ 1100 യാചകർ സുരക്ഷാ വകുപ്പുകളുടെ പിടിയിലായതായി പൊതുസുരക്ഷാ വകുപ്പ് അറിയിച്ചു. ഇക്കാലയളവിൽ മറ്റ് 6 പ്രവിശ്യകളിൽ യാചകർ ഒന്നും പിടിയിലായിട്ടില്ല. കുവൈറ്റിൽ 260 ഇന്ത്യക്കാർ ഉൾപ്പെടെ 838 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവർ 21,302 ഉയർന്നു. 8 പേർ കൂടി മരണപ്പെട്ടതോടെ മരണസംഖ്യ 156 ഉയർന്നു. 6,835 ഇന്ത്യക്കാർക്കാണ് ഇതുവരെയായി രോഗം സ്ഥിരീകരിച്ചത്. യുഎയിൽ കോവിഡ് രോഗമുക്തി നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. രാജ്യത്തെ കോവിഡ് ബാധിതരിൽ പകുതിയിലധികം പേരും ഇതിനകം രോഗമുക്തി നേടിയിട്ടുണ്ട്. ഇതുവരെ 29,485 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 15,056 പേർ രോഗമുക്തി നേടി. കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് മലയാളി മരിച്ചു. കോഴിക്കോട് പാറോപ്പടി സ്വദേശി സാദിഖ് ചെറിയതോപ്പിലാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. സൗദിയിൽ ഉദാരമതികളുടെ സഹായത്തോടെ 184 വിദേശ തടവുകാർക്ക് മോചനം സാധ്യമായതായി ജയിൽ വകുപ്പ് അറിയിച്ചു. സാമ്പത്തിക ബാധ്യതകളുടെ പേരിൽ ജയിലുകളിൽ കഴിയുന്നവരുടെ മോചനം ഉദാരമതികളുടെ സാമ്പത്തിക സഹായത്തോടെ സാധ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ജയിൽ വകുപ്പ് അടുത്തിടെ ആരംഭിച്ച ഫുരിജത്ത് സേവനം വഴിയാണ് ഇത് സാധ്യമാക്കിയത്. ഇതുവരെ 953 തടവുകാരുടെ സാമ്പത്തിക ബാധ്യതകളാണ് വീട്ടിയത്. ഇതിൽ 769 പേർ സൗദികളാണ്. സൗദി അറേബ്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2399 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ഒരു സൗദി അടക്കം 11 പേർ മരിക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. മൊത്തം 43,520 പേർ രോഗമുക്തരായി. രാജ്യത്തെ മരണസംഖ്യ 390 ഉയർന്നു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി കുവൈറ്റിൽ കോവിഡ് ബാധിച്ചു മരിച്ചു. കൊണ്ടോട്ടി ഐക്കരപ്പടി ചോലക്കര വീട്ടിൽ ബദറുൽ മുനീറാണ് മരിച്ചത്. കുവൈറ്റിൽ സ്വകാര്യ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിൽ ഡ്രൈവറായിരുന്നു. 38 വയസ്സായിരുന്നു.
അബുദാബിയിലെ ഡ്രൈവ് ത്രൂ കോവിഡ് ടെസ്റ്റിംഗ് സെന്ററുകളിൽ ചിലത് പുനരാരംഭിക്കുമെന്ന് അധികൃതർ. നേരത്തെ ഈദ് അവധിയുടെ ഭാഗമായി ഡ്രൈവ് ത്രൂ കോവിഡ് ടെസ്റ്റ് സെന്ററുകൾക്കും അവധി നൽകിയിരുന്നു. UAE-യിൽ ഉപയോഗിച്ച മാസ്കുകൾ റോഡുകളിലും പൊതു ഇടങ്ങളിലും ഉപേക്ഷിക്കുന്നതിനെതിരെ നടപടി കർശനമാക്കിയ അധികൃതർ. ഇത്തരം നടപടികൾ രോഗവ്യാപന സാധ്യത കൂട്ടുമെന്നും പൊതുജനങ്ങൾ ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ നിർബന്ധമായും പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിയമലംഘനം പിടിക്കപ്പെട്ടാൽ കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും അധികൃതർ അറിയിച്ചു. ശത്രുക്കളെ നേരിടാനുള്ള അത്യാധുനിക ലേസർ ആയുധം പരീക്ഷിച്ച അമേരിക്ക. പസഫിക് സമുദ്രത്തിൽ വിന്യസിച്ചിട്ടുള്ള പസഫിക് ഫ്ലീറ്റിന്റെ ഭാഗമായ USS പോർട്ട്ലാൻഡ് എന്ന കപ്പലിൽ നിന്നാണ് ആയുധം പരീക്ഷിച്ചത്. സോളിഡ് സ്റ്റേറ്റ് ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ച ആയുധത്തിന് ലേസർ ഓപ്പൺ സിസ്റ്റം ഡെമോൺസ്ട്രേഷൻ എന്നാണ് പേര്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നുമുള്ള ആക്രമണങ്ങളെ തടയാൻ സാധിക്കുന്നതാണ് പുതിയ ആയുധമെന്ന് പസഫിക് ഫ്ലീറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. കോവിഡ് അതിവേഗം പടർന്നു പിടിക്കുമ്പോഴും അമേരിക്കയിലെ മിനസോട്ടയിൽ ആരാധനാലയങ്ങൾക്ക് അനുമതി. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകി മിനസോട്ട ഗവർണർ ടീം വാൾസ് ആണ് ആരാധനാലയങ്ങൾക്ക് അനുമതി നൽകിയത്. വിശ്വാസികളെ പങ്കെടുപ്പിച്ച് കുർബാന അർപ്പിക്കാൻ അനുവദിക്കണമെന്ന് മിനസോട്ട ബിഷപ്പ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഗവർണർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആരാധനാലയങ്ങളെ അവശ്യ സേവനങ്ങളിൽ ഉൾപ്പെടുത്തി തുറന്നുകൊടുക്കണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയും വലിയ വിവാദമായിരുന്നു. പ്രശസ്ത ജപ്പാൻ റെസ്ലിംഗ് താരം ഹന കിമുറ അന്തരിച്ചു. 22 വയസ്സായിരുന്നു. ഹന കിമുറയുടെ സ്വന്തം സ്ഥാപനമായ സ്റ്റാർഡം റെസ്ലിംഗ് ആണ് താരത്തിന്റെ മരണവാർത്ത പുറത്തുവിട്ടത്. അതേസമയം മരണകാരണം എന്താണെന്ന് വ്യക്തമല്ല. 2019 സ്റ്റാർഡം ഫൈറ്റിംഗ് സ്പിരിറ്റ് അവാർഡ് ജേതാവാണ് ഹന കിമുറ. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ വളർത്തുപൂച്ചയോടൊപ്പമുള്ള ചിത്രം ഗുഡ് ബൈ എന്ന ക്യാപ്ഷനോടെ ഹന കിമുറ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹന ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം തൗഫീഖ് ഉമറിന് കോവിഡ്-19 സ്ഥിരീകരിച്ചു. രോഗബാധയുടെ വിവരം തൗഫീഖ് തന്നെയാണ് അറിയിച്ചത്. രോഗലക്ഷണങ്ങൾ അത്ര രൂക്ഷമല്ലെന്നും താൻ വീട്ടിൽ തന്നെ ഐസൊലേഷനിൽ കഴിയുകയാണെന്നും തൗഫീഖ് പറഞ്ഞു. 2001 ഇടം കയ്യൻ ഓപ്പണറായിരുന്ന തൗഫീഖ് ഉമർ പാകിസ്ഥാനു വേണ്ടി കളത്തിലിറങ്ങിയത്. 44 ടെസ്റ്റുകളിലും 22 ഏകദിനങ്ങളിലും ഇദ്ദേഹം പാകിസ്ഥാനു വേണ്ടി കളിച്ചു. 2014 തൗഫീഖ് പാകിസ്ഥാനു വേണ്ടിയുള്ള അവസാന മത്സരം കളിച്ചത്. കോവിഡ്-19 വൈറസിനെതിരെ പുകയിലയിലെ പ്രോട്ടീനിൽ നിന്ന് വാക്സിൻ വികസിപ്പിക്കാൻ സിഗരറ്റ് നിർമ്മാതാക്കൾ. ലണ്ടനിലെ പ്രശസ്തമായ ലക്കി സ്ട്രൈക്ക് സിഗരറ്റുകൾ നിർമ്മിക്കുന്ന ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ കമ്പനിയാണ് ഈ വാക്സിൻ വികസിപ്പിക്കുന്നത്. ആദ്യഘട്ട പരീക്ഷണത്തിന്റെ ഭാഗമായി 6 റീസസ് കുരങ്ങുകളിൽ പരീക്ഷിച്ച ഈ വാക്സിന് കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. ബ്രസീലിൽ കോവിഡ് അതിവേഗം പടരുന്നതിനിടെ ബ്രസീലിയൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണമായ ഹോട്ട് ഡോഗ് കഴിക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. കോവിഡ് പ്രതിരോധത്തിനായി ഒന്നും ചെയ്യാതെ ഭക്ഷണം ആസ്വദിക്കുന്ന പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷവും മാധ്യമങ്ങളും കൊലയാളി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. കോവിഡ് ബാധിച്ച് 24 മണിക്കൂറിനിടെ ബ്രസീലിൽ 965 പേരാണ് മരിച്ചത്. രോഗം ബാധിച്ച് മരിച്ചവരുടെ ഔദ്യോഗിക കണക്ക് 21,000 കടന്നു. എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിലും ഭീകരമാണെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. അഭിമുഖം നൽകുന്നതിനിടയിൽ ഭൂകമ്പമുണ്ടായപ്പോഴും ചിരിയോടെ നേരിട്ട ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആൻഡേൺ. റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം 37 കിലോമീറ്റർ അകലെയുള്ള തനിക്കും അനുഭവപ്പെട്ടതായി ജസീന്ത പറഞ്ഞു. ഒരു TV ചാനലുമായി തത്സമയ അഭിമുഖം നൽകുന്നതിനിടെയാണ് ജസീന്ത ഭൂകമ്പം അനുഭവപ്പെട്ട വിവരം ഓൺ എയറിൽ പങ്കുവച്ചത്. പാർലമെന്റിലെ തന്റെ മുറിയിൽ നിന്ന് നൽകിക്കൊണ്ടിരുന്ന അഭിമുഖത്തിനിടെയാണ് ഭൂമി കുലുങ്ങുന്നതായി അനുഭവപ്പെടുന്നതായി അവർ പറഞ്ഞു. കാലിഫോർണിയയിലെ പ്രമുഖ വ്യവസായിയും ആത്രേ നൈറ്റിന്റെ സ്ഥാപകനും സിഇഒയുമായ ഇൻഡോ അമേരിക്കൻ തുഷാർ ആത്രയെ തട്ടിക്കൊണ്ടുപോയി വധിച്ച കേസിൽ 4 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2019 ഒക്ടോബർ 1 നടന്ന സംഭവത്തിൽ മെയ് 21 പ്രതികളെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തതെന്ന് സാന്റാക്രൂസ് പോലീസ് അറിയിച്ചു. കവർച്ച, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ എന്നീ ചാർജുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കൊറോണ വൈറസിന്റെ ഉറവിടം തിരിച്ചറിയുന്നതിനായി അന്താരാഷ്ട്ര സഹകരണത്തിന് തയ്യാറാണെന്ന് ചൈന. എന്നാൽ ഏതന്വേഷണവും രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെ ആയിരിക്കണമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞു. ചൈനയ്ക്കെതിരെ അമേരിക്കൻ ഭരണകൂടം നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ ചൈനയെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണെന്നും വാങ് യി തുറന്നടിച്ചു.
ഫ്രഞ്ച് മുൻ പ്രസിഡന്റിന്റെയും കാർ ഭീമനായ റെനോയുടെയും ഉൾപ്പെടെ നിരവധി പേരുടെ രഹസ്യങ്ങൾ ചോർത്തിയിരിക്കുന്നതായി ഫ്രഞ്ച് ശതകോടീശ്വരന്റെ വെളിപ്പെടുത്തൽ. ലേ മോണ്ടെ പത്രത്തിന്റെ സഹ ഉടമയായ സേഫിയർ നീലാണ് സുരക്ഷാ ഏജൻസികൾക്ക് വേണ്ടി ചാരപ്പണി നടത്തിയതായി അവകാശപ്പെട്ടത്. 1980കളിൽ തന്റെ കൗമാരക്കാലത്ത് ഹാക്കിങ്ങിൽ തൽപരനായിരുന്ന കാലത്താണ് കൃത്യം നടത്തിയതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇന്ത്യയ്ക്ക് റഫേൽ യുദ്ധവിമാനങ്ങൾ കൈമാറുന്നതിൽ കാലതാമസം ഉണ്ടാകില്ലെന്ന് ഫ്രാൻസ്. 36 റഫേൽ വിമാനങ്ങൾ യഥാർത്ഥ സമയം വിതരണം ചെയ്യുമെന്ന് ഫ്രഞ്ച് അംബാസിഡർ ഇമ്മാനുവൽ ലിനെയിൻ പറഞ്ഞു. 36 റഫേൽ വിമാനങ്ങൾ വാങ്ങുന്നതിനായി 58,000 കോടി രൂപയുടെ കരാർ 2016ലാണ് ഇന്ത്യ ഫ്രാൻസുമായി ഒപ്പുവെച്ചത്. കരാർ പ്രകാരം ഒരു റാഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് കൈമാറി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ഒക്ടോബറിൽ ഫ്രാൻസിലെത്തിയാണ് വിമാനം ഏറ്റുവാങ്ങിയത്. അമേരിക്കയിലെ മിനസോട്ടയിൽ പൊതു ആരാധനാലയങ്ങൾക്ക് അനുമതി നൽകി. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകി മിനസോട്ട ഗവർണർ ടീം വാൾസയാണ് ആരാധനാലയങ്ങൾക്ക് അനുമതി നൽകിയത്. വിശ്വാസികളെ പങ്കെടുപ്പിച്ച് കുർബാന അർപ്പിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മിനസോട്ട ബിഷപ്പ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഗവർണർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള അതിർത്തി തർക്കം ആരംഭിച്ചതിന് പിന്നാലെ ഇരു രാജ്യങ്ങളിലെ ഹാക്കർമാരും യുദ്ധസന്നദ്ധരായി രംഗത്ത്. തർക്കത്തിലിരിക്കുന്ന ഭൂഭാഗങ്ങൾ ഉൾപ്പെടുത്തി രാഷ്ട്രീയ ഭൂപടം തയ്യാറാക്കിയ നേപ്പാളിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഹാക്കർമാർ നേപ്പാളിലെ സർക്കാർ വെബ്സൈറ്റുകൾക്കെതിരെ സൈബർ യുദ്ധം ആരംഭിച്ചത്. 2 ദിവസം മുൻപ് ഹാക്കർമാർ 2.9 കോടി ഇന്ത്യക്കാരുടെ ആധാർ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇത് നേപ്പാൾ ഹാക്കർമാരാണെന്ന് സ്ഥിരീകരിക്കാത്ത വിവരവുമുണ്ട്. ഇതും മറ്റൊരു സൈബർ യുദ്ധത്തിന് കാരണമായിട്ടുണ്ട്. ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഭരണകാര്യങ്ങളിൽ സജീവമാകുന്നു. രാജ്യത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച കിം അണ്വായുധങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തതായാണ് വിവരം. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ തന്ത്രപ്രധാന മേഖലകളിൽ വിവിധ സൈനിക വിഭാഗങ്ങളെ സജ്ജരായിരിക്കാൻ കിം നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ട് പുറത്തുവന്നു. അമേരിക്കയിൽ കോവിഡ് രൂക്ഷമായി തുടരുകയാണ്. രോഗം ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 1 ലക്ഷത്തിലേക്ക് എത്തുമ്പോൾ സംഭവത്തിന്റെ രൂക്ഷത വെളിവാക്കുകയാണ് ന്യൂയോർക്ക് ടൈംസ്. കോവിഡ് ബാധിച്ചു മരിച്ച 1000 പേരുടെ വിവരങ്ങളാണ് ഞായറാഴ്ച പുറത്തിറങ്ങിയ ന്യൂയോർക്ക് ടൈംസിന്റെ 1-ാം പേജിൽ നിരത്തിയിരിക്കുന്നത്. അമേരിക്കയിലെ കോവിഡ് മരണം 1 ലക്ഷത്തോടടുക്കുമ്പോഴാണ് ശക്തമായ ഭാഷയിലും വ്യത്യസ്തമായ അവതരണത്തിലും ന്യൂയോർക്ക് ടൈംസ് ജനങ്ങൾക്ക് മുന്നിലെത്തിയത്. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ അശോക് ചവാന് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിക്കുന്ന മഹാരാഷ്ട്രയിലെ 2ാമത്തെ മന്ത്രിയാണ് അശോക് ചവാൻ. കഴിഞ്ഞ ദിവസമാണ് അശോക് ചവാന് കോവിഡ് പരിശോധന നടത്തിയത്. തുടർന്ന് വന്ന പരിശോധനാ ഫലം പോസിറ്റീവായതോടെ മന്ത്രിയെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കോവിഡ് കാലത്തും മധ്യപ്രദേശിൽ രാഷ്ട്രീയ ചരടുവലികൾ സജീവമാവുകയാണ്. കോൺഗ്രസിനെ കനത്ത പ്രഹരം നൽകി 200ഓളം പ്രവർത്തകർ BJPയിൽ ചേർന്നു. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെയും BJP സംസ്ഥാന അധ്യക്ഷൻ VD ശർമ്മയുടെയും സാന്നിധ്യത്തിലാണ് നേതാക്കൾ BJPയിലെത്തിയത്. മുൻ മന്ത്രി പ്രഭുറാം ചൗധരിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തകരെ മറുകണ്ഠം ചാടിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിഷ്ഠയാക്കി ക്ഷേത്രം നിർമ്മിക്കാൻ ഒരുങ്ങി BJP MLA. ഉത്തരാഖണ്ഡ് BJP MLA ഗണേഷ് ജോഷിയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ഒരുങ്ങുന്നത്. ഡൽഹിയിലെത്തുന്നവർക്ക് ക്വാറന്റൈൻ നിർബന്ധമല്ലെന്ന് സംസ്ഥാന സർക്കാർ. എന്നാൽ ആരോഗ്യ സേതു ആപ്പ് ഡൽഹിയിലെത്തുന്നവർ ഡൗൺലോഡ് ചെയ്യണമെന്നും സർക്കാർ അറിയിച്ചു. തെർമൽ സ്ക്രീനിംഗ്, സാമൂഹിക അകലം പാലിക്കുക തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ആഭ്യന്തര വിമാന, ട്രെയിൻ, ബസ് യാത്രക്കാരിൽ ഉറപ്പാക്കണമെന്നും സർക്കാർ വിവിധ വകുപ്പുകളോട് നിർദ്ദേശിച്ചു. നിസാമുദ്ദീൻ തബ്ലീഗ് സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ. തബ്ലീഗ് സമ്മേളനം തുടർച്ചയായി ചർച്ചയാകുന്നത് തന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. പ്രവാസി സർവ്വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.